നമസ്കാരം. പുണർത്ത നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ വർഷം വളരെയധികം ബുദ്ധിമുട്ടി എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഒരു പക്ഷേ 2026 മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വർഷവും കൂടുതൽ പ്രയത്നിക്കുക തന്നെയായിരിക്കും നന്നാവുക. എന്നിരുന്നാൽ കഴിഞ്ഞ വർഷത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു അനുകൂലമായുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് ചേരുവാൻ അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ മെയ് മാസം മുതൽ പുനരാരംഭിക്കുവാൻ സാധ്യത കാണുന്നു. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനുള്ള അവസരം ഡിസംബർ മാസത്തിലോടുകൂടി വന്നു ചേരും. ഒരുപക്ഷെ അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഡിസംബർ മാസത്തിൽ വന്നു ചേരുവാനും പുണ്യതീർത്ഥയാത്രകൾക്കും സാധ്യത കാണുന്നതുമുണ്ട്. രൂപകൽപ്പന ചെയ്യുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങളും സഹായങ്ങളും വന്നു ചേരുന്നത് വഴി പ്രവർത്തനക്ഷമത കൈവരുവാൻ സാധ്യത കാണുന്നു. ക്ലേശകരമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി അഭിമുഖീകരിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കുന്നതുമാണ്. അനുചിത പ്രവർത്തികളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷപ്പെടുത്തുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും വന്നു ചേരുവാനിടയുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സകല കാര്യ പ്രതിബന്ധങ്ങളും ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ ഉന്നതരുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന പ്രസ്ഥാനമായതുകൊണ്ട് അതിലുള്ള മാർഗതടസ്സങ്ങളെല്ലാം തന്നെ അതിജീവിക്കാൻ അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ ഈ അഹോരാത്രം പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധതയും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശീസ്സുകളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനായിട്ട് അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ കരാർ ജോലിയിൽ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും 2026 പൂർത്തീകരിക്കുന്നതാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവുക. വിദേശത്ത് സ്ഥിരതാമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിട വരും. പിതാവിന്റെ അസുഖങ്ങൾക്ക് അനുസരിച്ച് ജോലി ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈശ്വര ആരാധനകളാലും വിശ്രമത്താലും സന്താന സൗഭാഗ്യത്തിന് യോഗം കാണുന്നുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുവാനും ഒരുപക്ഷെ തൃപ്തിയുള്ള ഭാഗം തന്നെ ലഭിക്കുവാനും അവസരം വന്നു ചേരുവാനിടയുണ്ട്. പരമപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ അർഹതയുള്ളവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടവരും. പലപ്പോഴും ഔദ്യോഗിക തലത്തിൽ മേലധികാരികളുടെ മിഥ്യാധാരണകൾ ഒഴിവാക്കുവാനായിട്ട് എല്ലാ കാര്യങ്ങളും കാര്യകാരണ സഹിതം സമർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിയുക്ത പദവിയിൽ നിന്നും തൃപ്തികരമായിട്ടുള്ള പദവിയിലേക്ക് സ്ഥാനചലനം മെയ് മാസം മുതൽ വന്നു ചേരുവാനും ഒരുപക്ഷെ ഒരു വർഷത്തേക്ക് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും എന്ന ധാരണയോടുകൂടി തന്നെ അതിൻ്റെ ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. ഉപദേശക സമിതിയിൽ ഉൾപ്പെടുന്നത് വഴി കൃതാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. തൊഴിൽ മണ്ഡലങ്ങളിലുള്ള ബന്ധപ്പെട്ടതായിട്ടുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാനും അവലംബിക്കുവാനും അവസരങ്ങൾ വന്നു ചേരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കൊണ്ട് ചെയ്തു തീർക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാനും ഒരുപക്ഷെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്.
സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരും. മാതാപിതാക്കളുടെ ഹിതമനുസരിച്ച് പ്രവർത്തന മണ്ഡലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ സന്നദ്ധനാകുവാനിടയുണ്ട്. ആർഭാടങ്ങൾ ഒഴിവാക്കി ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചയോടുകൂടിയും വളരെ കൃത്യമായുള്ള രീതിയിൽ അവലംബിക്കാൻ അവസരം വന്നു ചേരും. അനായാസേന ചെയ്തു തീർക്കേണ്ടതായുള്ള പല കാര്യങ്ങൾക്കും കുറച്ച് കൂടുതൽ പ്രയത്നം വേണ്ടിവരും എന്ന ബോധ്യത്തോടുകൂടി തന്നെ ഒരു പക്ഷെ 8 മണിക്കൂറിന് പകരം 10 മണിക്കൂർ ജോലി ചെയ്യുക എന്ന സങ്കല്പം മനസ്സിൽ കരുതി കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിന്റെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനിട വരുമെങ്കിൽ പോലും രേഖാപരമായിട്ട് രേഖ സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പഠിച്ച വിഷയം പ്രാവർത്തികമാക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായുള്ള പ്രവർത്തനങ്ങളും കർമ്മമണ്ഡലങ്ങളും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ പലപ്പോഴും മംഗളകരമാക്കി തീർക്കുവാനും നേതൃത്വം നൽകുവാനും ശുഭപരിസമാപ്തിയിൽ എത്തിക്കുവാനും പോലും സാധ്യത കാണുന്നതുമുണ്ട്. ഇതാണ് പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.